ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെ തുടക്കം. ആഗോള അസ്ഥിരതകൾക്കിടയിൽ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ സ്ഥിരതയുടെ മാതൃകയായി ഇന്ത്യ മാറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അടുത്ത സാമ്പത്തിക വർഷം രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനം 6.8% വരെ വളർച്ച കൈവരിക്കുമെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട്. കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ മാതൃകയ്ക്ക് റിപ്പോർട്ടിൽ അഭിനന്ദനം. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഊർജ്ജം പകരുമെന്ന പ്രധാനമന്ത്രി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. കേരളത്തിൽ അടുത്ത മാസം മുതൽ വൈദ്യുതി ചാർജ് യൂണിറ്റിന് 9 പൈസ കുറയുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് 5ാം മെഡൽ. ബീച്ച് ഹാൻഡ്ബോൾ വനിതാ വിഭാഗത്തിൽ വെള്ളിമെഡൽ നേട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ അഭിസംബോധനയോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കമായി. രാഷ്ട്ര വികസനത്തിനും ജനക്ഷേമത്തിനും മുൻഗണന നൽകിയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി പറഞ്ഞു. ആഗോള അസ്ഥിരതകൾക്കിടയിൽ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ സ്ഥിരതയുടെ സ്തംഭമായി ഇന്ത്യ മാറിയെന്ന് ശ്രീമതി മുർമു പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന പദ്ധതികളുടെ നേട്ടങ്ങളെക്കുറിച്ചും രാഷ്ട്രപതി വിശദമാക്കി. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർക്കും ഭരണഘടനാ നിർമ്മാണ സഭയിലെ മറ്റംഗങ്ങൾക്കും ആദരം അർപ്പിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി അഭിസംബോധന ആരംഭിച്ചത്. യുവാക്കൾക്ക് മികച്ച അവസരങ്ങളുള്ള ഒരു ഇന്ത്യ എന്ന കാഴ്ചപ്പാടാണ് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ മേഖലകളിലെയും ഭാവി വികസനം എടുത്തു പറയുന്നതായിരുന്നു അഭിസംബോധനയെന്നും അദ്ദേഹം പറഞ്ഞു. 2047ഓടെ വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് ബജറ്റ് സമ്മേളനം ആത്മവിശ്വാസവും ഊർജ്ജവും പകരുമെന്നും സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. വികസിത രാഷ്ട്രം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് എല്ലാ പാർലമെന്റ് അംഗങ്ങളും സഹകരിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. അടുത്ത സാമ്പത്തിക വർഷം രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനം 6.3% മുതൽ 6.8% വരെ വളർച്ച കൈവരിക്കുമെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട്. 2024-25 കാലയളവിലെ സാമ്പത്തിക സർവേ റിപ്പോർട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചു. With your permission, I rise to lay on the table a copy each of the following papers, Hindi and English version. 1. The Economic Survey 2024-25. The Economic Survey 24-25 Statistical Appendix. Thank you. കാർഷിക മേഖലയും അനുബന്ധ മേഖലകളുമാണ് മൊത്തം GDPയുടെ 16% സംഭാവന ചെയ്തത്. 2020 മുതൽ 24 വരെയുള്ള കാലയളവിൽ അടിസ്ഥാന സൌകര്യ മേഖല 38.8% വളർച്ച കൈവരിച്ചു. റെയിൽവേ, റോഡ് ശൃംഖലകളുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കാനായതും പുതിയ വന്ദേഭാരത് ട്രെയിൻ സർവീസുകൾ ആരംഭിക്കാനായതും നേട്ടങ്ങളായി സാമ്പത്തിക സർവേയിൽ പറയുന്നു. ബാങ്കിംഗ്, സ്റ്റോക്ക്, ഇൻഷുറൻസ് മേഖലകളും നടപ്പ് സാമ്പത്തിക വർഷം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ടെലികമ്മ്യൂണിക്കേഷൻ രംഗത്തെ രണ്ടാമത്തെ വലിയ കയറ്റുമതി രാജ്യമാണ് ഇന്ത്യ. സ്മാർട്ട് ഫോൺ ഇറക്കുമതി കുറയ്ക്കാൻ സാധിച്ചതായും 99% ഉത്പാദനവും ആഭ്യന്തരമായി നിർവഹിക്കാൻ രാജ്യം പര്യാപ്തമായതായും സർവേ പറയുന്നു. സാമൂഹിക സേവന രംഗത്ത് ചെലവാക്കുന്ന തുകയിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 15% വർധനയുണ്ടായി. ആരോഗ്യ മേഖലയ്ക്കായുള്ള വിഹിതം 28 നിന്നും 48% ഉയർന്നു. 2017-18 6% തൊഴിലില്ലായ്മ നിരക്ക് 2023-24 3.2% കുറഞ്ഞു. PM ഇന്റേൺഷിപ്പ് പദ്ധതി തൊഴിൽ മേഖലയിലെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയതായും സർവേ കണക്കാക്കുന്നു. വിവിധ മേഖലകളിലെ കേരളത്തിന്റെ പ്രവർത്തനങ്ങൾക്കും സാമ്പത്തിക സർവേയിൽ അഭിനന്ദനം. കേരളത്തിലെ മാലിന്യ നീക്കം മാതൃകാപരമാണെന്നും തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ സുസ്ഥിര വികസനം നടപ്പാക്കുന്നതിൽ സംസ്ഥാനം മികച്ചു നിൽക്കുന്നതായും സർവേയിൽ വ്യക്തമാക്കുന്നു. 2025-26 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ അവതരിപ്പിക്കും. ശ്രീമതി നിർമ്മല സീതാരാമന്റെ 8ാം ബജറ്റ് അവതരണമാണ് ഇത്. 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റാണ് നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കുക. കൃഷി, തൊഴിൽ, അടിസ്ഥാന സൌകര്യ വികസനം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ ആകർഷണീയമായ പ്രഖ്യാപനങ്ങളും ആദായ നികുതിയിലെ ഇളവുകളും അറിയാൻ രാജ്യം പ്രതീക്ഷയോടെയാണ് ബജറ്റിനെ ഉറ്റുനോക്കുന്നത്. വയനാടിനും വിഴിഞ്ഞത്തിനുമായി സാമ്പത്തിക സഹായം, പ്രത്യേക സാമ്പത്തിക പാക്കേജ്, വായ്പാ പരിധിയിലെ വർധന എന്നിവയിലാണ് കേരളത്തിന്റെ പ്രതീക്ഷ.
2047 വികസിത സമ്പദ് വ്യവസ്ഥ എന്ന പദവി കൈവരിക്കുന്നതിന് രാജ്യത്തിന് സാമൂഹിക പ്രതിബദ്ധതയുള്ള സ്വകാര്യ മേഖല അനിവാര്യമാണെന്ന് മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് വി അനന്ത് നാഗേശ്വരൻ. സാമ്പത്തിക സർവേ റിപ്പോർട്ട് സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൈക്രോ ഇറിഗേഷൻ, അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിൽ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവെച്ചതായും അദ്ദേഹം പറഞ്ഞു. കോവിഡ് മഹാമാരിയുടെ സ്വാധീനം പൂർണ്ണമായും ഇല്ലാതായെന്നും അനന്ത് നാഗേശ്വരൻ അഭിപ്രായപ്പെട്ടു. Pandemic effects have completely now been erased from the trend growth estimates. And you can see that in the different components of expenditure-based GDP. Gross fixed capital formation has improved from 28.2% to more than 30%. Private consumption share has gone up from 58.7% to 61.8%. Government expenditure has come down, in fact, from 10.8 to 10.3% compared to FY18. Export share also has gone up from 18.8 in FY18 to an estimated 21.5% in FY25. Inflationary pressures have come down, barring a few items. പാർലമെന്റിലെ രാഷ്ട്രപതിയുടെ അഭിസംബോധന സംബന്ധിച്ച കോൺഗ്രസ് നേതാക്കളുടെ പരാമർശത്തെ വിമർശിച്ച് രാഷ്ട്രപതി ഭവൻ പാർശ്വവത്കരിക്കപ്പെട്ടവർക്കും സ്ത്രീകൾക്കും കർഷകർക്കും വേണ്ടി സംസാരിക്കുന്നത് ഒരിക്കലും ക്ഷീണമേകുന്ന പ്രവൃത്തിയായി രാഷ്ട്രപതി കരുതുന്നില്ലെന്ന് രാഷ്ട്രപതി ഭവൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. കോൺഗ്രസ് പാർട്ടിയിലെ ചില മുതിർന്ന നേതാക്കൾ വിഷയത്തിൽ നടത്തിയ പരാമർശങ്ങൾ രാഷ്ട്രപതി ഭവന്റെ അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്നതാണെന്നും ഇത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും രാഷ്ട്രപതി ഭവൻ പറഞ്ഞു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ബിജെപിയുടെ മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ദ്വാരക സബ്സിറ്റിയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ, AAP നേതാവും പഞ്ചാബ് മുഖ്യമന്ത്രിയുമായ ഭഗവത് മാൻ തുടങ്ങിയവരും വിവിധ മണ്ഡലങ്ങളിലെ പൊതുയോഗങ്ങളിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ മാഡിപ്പൂർ, മുസ്തഫാബാദ് തുടങ്ങിയ ഇടങ്ങളിൽ റോഡ് ഷോയും റാലിയും നടത്തി. ഫെബ്രുവരി 5-നാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 8-ന് നടക്കും. ഹരിയാന സർക്കാരിനെതിരെ നടത്തിയ പരാമർശത്തിൽ വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച നോട്ടീസിന് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ ഇന്ന് വിശദമായ മറുപടി നൽകി. യമുന നദിയിലെ അമോണിയയുടെ അളവ് വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് പരാമർശം നടത്തിയതെന്നും ഇതുമൂലമുണ്ടാകാവുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുക മാത്രമായിരുന്നു ലക്ഷ്യമെന്നും കെജ്രിവാൾ വ്യക്തമാക്കി. മറുപടി വിശദമായി പഠിച്ച് തീരുമാനം എടുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനം വഴിയൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. സന്ദർശനത്തിന്റെ തീയതി വൈകാതെ പ്രഖ്യാപിക്കുമെന്നും മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹവൂർ റാണയെ കൈമാറുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ അടുത്ത മാസം മുതൽ വൈദ്യുതി ചാർജ് യൂണിറ്റിന് 9 പൈസ കുറയുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. റെഗുലേറ്ററി കമ്മീഷന്റെ സർചാർജ് ഈടാക്കൽ ഈ മാസം അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം. എന്നാൽ KEB സ്വന്തം നിലയിൽ ഈടാക്കുന്ന 10 പൈസ സർചാർജ് അടുത്ത മാസവും തുടരുമെന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 38ാമത് ദേശീയ ഗെയിംസിൽ ബീച്ച് ഹാൻഡ്ബോൾ വനിതാ വിഭാഗത്തിൽ കേരളത്തിന് വെള്ളി. കേരളത്തിന്റെ 5ാം മെഡലാണ് ഇത്. വനിതകളുടെ വാട്ടർ പോളോയിൽ ഒഡീഷയെ പരാജയപ്പെടുത്തി കേരളം സെമിഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ ബാഡ്മിന്റണിൽ കർണാടകയെയും വനിതാ വിഭാഗത്തിൽ പഞ്ചാബിനെയും പരാജയപ്പെടുത്തിയാണ് കേരളം സെമിയിൽ കടന്നത്. 8 സ്വർണം ഉൾപ്പെടെ 16 മെഡലുകളുമായി സർവീസസ് 1ാം സ്ഥാനത്തും കർണാടകയും മണിപ്പൂരും 2-3 സ്ഥാനങ്ങളിലുമാണ്. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. മുംബൈയിലാണ് മത്സരം. മഹാകുംഭമേളയ്ക്കിടെ തിക്കിലും തിരക്കിലും പേട്ട് ആളുകൾ മരിക്കാനിടയായ സാഹചര്യം പരിശോധിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഇന്ന് പ്രയാഗ്രാജ് സന്ദർശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് രാഷ്ട്രപതിയുടെ അഭിസംബോധനയോടെ തുടക്കം. ആഗോള അസ്ഥിരതകൾക്കിടയിൽ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ സ്ഥിരതയുടെ മാതൃകയായി ഇന്ത്യ മാറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. അടുത്ത സാമ്പത്തിക വർഷം രാജ്യത്തിന്റെ മൊത്ത ആഭ്യന്തര ഉത്പാദനം 6.8% വരെ വളർച്ച കൈവരിക്കുമെന്ന് സാമ്പത്തിക സർവേ റിപ്പോർട്ട്. കേരളത്തിന്റെ തദ്ദേശ സ്വയംഭരണ മാതൃകയ്ക്ക് റിപ്പോർട്ടിൽ അഭിനന്ദനം. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഊർജ്ജം പകരുമെന്ന് പ്രധാനമന്ത്രി. ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കും. കേരളത്തിൽ അടുത്ത മാസം മുതൽ വൈദ്യുതി ചാർജ് യൂണിറ്റിന് 9 പൈസ കുറയുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി.
38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് 5ാം മെഡൽ. ബീച്ച് ഹാൻഡ്ബോൾ വനിതാ വിഭാഗത്തിൽ വെള്ളി മെഡൽ നേട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.